ആക്ച്വലി നമ്മൾ തിരിച്ചു പോകാൻ പോവാണ് ബാക്ക് ടു കാനഡ. അപ്പോൾ അതിൻ്റെ നല്ല വിഷമമുണ്ട്. ഒരു മാസം നാട്ടിൽ നിന്ന് അടിച്ചു പൊളിച്ചത് അറിഞ്ഞിട്ടില്ല. ഭയങ്കര പെട്ടെന്ന് ടൈം, ഒരു 10 ദിവസം പോലും നിന്ന പോലെ നമുക്ക് തോന്നുന്നില്ല, അത്ര പെട്ടെന്ന് സമയം പോയി. ഭയങ്കര വിഷമമുണ്ട് ഇവിടുന്ന് പോകുന്നതിൻ്റെ. അച്ഛനും അമ്മയൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങൾ ബാംഗ്ലൂർ വന്നു, ഡ്രൈവ് ചെയ്ത് വന്നിട്ട് ഇപ്പോൾ ആക്ച്വലി നമ്മൾ എയർപോർട്ടിൽ നിൽക്കുകയാണ് പോകാനായിട്ട്. പക്ഷേ വിഷമത്തിനിടയ്ക്കും ചെറിയൊരു സന്തോഷം എന്ന് പറയുന്നത്, സന്തോഷം എന്താന്ന് വെച്ചാൽ നമ്മൾ എയർവിനെ കൊണ്ട് പോവുകയാണ് ഗായ്സ്. അപ്പൊ നമ്മൾ എയർവിനെ കൊണ്ട് പോവാണ്. അമ്മയോടെ ഉണ്ട്, അമ്മയോടെ ഉണ്ട്. അച്ഛൻ മേളിലാണ്, എല്ലാം മുകളിലാണ്. അപ്പൊ ഇവന്റെ ഡോക്യുമെന്റേഷനും എല്ലാം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇവന്റെ നമ്മളെല്ലാവരും ഏജൻസിനെ ഏൽപ്പിച്ചിരുന്നത്. അപ്പൊ അവർ A to Z ചെയ്ത് ഇവനെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളെല്ലാം നമുക്ക് കണ്ടിട്ട് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ഇപ്പൊ സമയം 7:33. നമ്മളിത് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടല്ലേ. കാരണം ഇപ്പൊ ഇവിടെ ഇന്ന് ഭയങ്കര ഫ്ലഡും എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ ആക്ച്വലി യെല്ലോ അലേർട്ട് ആണ്. കാരണം ഇന്ന് ബാംഗ്ലൂരിൽ ഫ്ലഡ് ആണെന്നാണ് പറയുന്നത്. കാരണം ഭയങ്കര മഴ, രാവിലെ തൊട്ട് മഴ, ഇന്നലെ രാത്രി തൊട്ട് മഴയാ. അപ്പൊ ഇനി അടുത്തൊരു 3-4 ദിവസത്തേക്ക് 2 കിലോമീറ്റേഴ്സ് ഒക്കെ ഫുൾ ജാം ആയിട്ടൊക്കെ കിടക്കാം. അപ്പൊ നമ്മൾ വിചാരിച്ച നോർമലി നമ്മൾ ഇറങ്ങായിരുന്ന എപ്പോഴാ, ഒരു 10 മണിക്ക് 11:30ക്കാണ് ചെക്ക്ഔട്ട്. അരമണിക്കൂർ ഫ്ലൈറ്റ് ലേറ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് 11:30ക്ക് ചെക്ക് ഇൻ ചെയ്താൽ മതി. ബട്ട് സ്റ്റിൽ നമ്മൾ 7:30ക്ക് ഇറങ്ങുകയാണ്. ഇവിടുന്ന് 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. കാരണം വഴിയിൽ ചിലപ്പോൾ ഇച്ചിരി വെള്ളപ്പൊക്കം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ വഴി പിടിക്കണം. അതുകൊണ്ട് എയർ ഇവിടെ ഉണ്ട്. ഇച്ചിരി കാണാനില്ലല്ലോ. ഫ്രണ്ടിലുണ്ട്. അപ്പൊ അവരുടെ ഫ്ലാറ്റിലല്ലേ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തേ. എന്റെ അമ്മയുണ്ട്, അച്ഛനുണ്ട്. അപ്പൊ ഇനി എയർപോർട്ട് എത്തിയിട്ട് കാണാം അല്ലേ. ജോസ്നയും സ്വരൂപും നേരെ അവിടെ എത്തും, സ്വരൂപ് റോയും. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മൾ എയർപോർട്ട് എത്തിയല്ലേ. എത്ര മണിയായി? 8:57. നമ്മൾ വിചാരിച്ചതിന്റെ അത്ര തിരക്കൊന്നും ഉണ്ടായില്ല. നമ്മൾ സേഫ് ആയിട്ട് എത്തി. ഇനി ഒന്ന് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് പിന്നെ ചെക്കിന്റെ പരിപാടികളെല്ലാം നോക്കണം അല്ലേ. ഇവന്റെ ക്രേറ്റ് ഒക്കെ ഒന്ന് സെറ്റ് ആക്കാനുണ്ട് അല്ലേ ഏരപ്പൻ. ഇവിടെ നോക്കണ കല്ലി, ക്രേറ്റ് സെറ്റ് ആക്കണ്ടേ നമുക്ക്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ട് എത്തി. എയറോക്ക് ഫുഡൊക്കെ കൊടുത്ത്, കാരണം ഫ്ലൈറ്റ് ഡിപ്പാർട്ട് ചെയ്യുന്നതിന് 6 hours മുന്നേ ഇവരെ ഫുഡൊക്കെ കൊടുത്ത് പൂപ്പും ടീയും എല്ലാം ആക്കിയിട്ട് വേണം നമുക്ക് കൊണ്ടുപോകാം. എയറോ നമ്മൾ ഫുൾ ഡോക്യുമെന്റ്സും എല്ലാം ചെയ്ത്, ഡോക്യുമെന്റേഷനും എല്ലാം ചെയ്ത് ഇവിടെ ഒരു ഏജൻസിയുടെ എണ്ണം. അപ്പോൾ അവർ ഫുൾ ഡോക്യുമെന്റ്സ് എല്ലാം ആയിട്ട് വന്ന് അവൻ്റെ ബൗൾ, ഫുഡ് ബൗൾ, നമ്മൾ വെച്ച ഫുഡ് ബൗളെല്ലാം വേറെ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അവരുടെ കുറച്ചും കൂടെ വലിയ ഫുഡ് ബൗൾ ഉണ്ട് അത്രേ. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ, ക്രേറ്റിൻ്റെ മുകളിൽ ദേ ഇങ്ങനെ സ്റ്റിക്കേഴ്സ് ഒക്കെ ഒട്ടിക്കും. ഏറോണ്ട് ഫോട്ടോ ഉണ്ടാ. ഓക്കെ, ഇതെല്ലാം വെച്ചിട്ട് ഇവർ ഫുൾ സെറ്റാക്കി സേഫായിട്ട് എത്തും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സേഫായിട്ട് എത്തട്ടെ. ആക്ച്വലി ഇതേ നമ്മളൊന്നും അറിയേണ്ടി വന്നിട്ടില്ല. ഫുൾ A to Z. ഞങ്ങൾ ജസ്റ്റ് അവൻ്റെ ഡോക്യുമെൻറ്റ്സ് ലൈക്ക് വാക്സിനേഷൻ ബുക്ക് എല്ലാം അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തു. അവർ A to Z ഫുഡ് ബൗൾ ആൻഡ് സ്റ്റിക്കേഴ്സ്, അവർ ഫുഡ്, വെള്ളം എല്ലാം അവർ തന്നെ കൊണ്ടുവന്ന് ഫുൾ സെറ്റ് ചെയ്യാണ്. ഇനി ഇവർ നമ്മുടെ നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് സേഫ് ആവുന്നവർ ഇവരിവിടെ വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവർ പോകുള്ളൂ. ഏറോ ഇവിടെ ആരുടെ കൂടെ ശരിയാക്കുന്നേ? ഇങ്ങോട്ട് നോക്കിയാൽ മതി പൊന്നെ. പിണക്കത്തിലാണോ ഏറോ? പേടിയില്ല. നാട്ടിൽ പോകുന്നത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണെങ്കിൽ, എന്നാൽ തിരിച്ചു വരുമ്പോൾ ഈ ഒരു യാത്ര പറച്ചിലാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു യാത്ര പറച്ചിലിന് ശേഷം ഞങ്ങൾ നേരെ യാത്ര തുടങ്ങുന്നു. അമ്മു, ഓൾറൈറ്റ്. ഹെയറോ ഉണ്ട്, ദേ ജോസ്നയും സ്വരൂപും, ഒരു ചെറിയൊരു അവരുടെ ബാബേനെ കണ്ടു. എടാ അങ്ങനെ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞല്ലേ ഏരപ്പ? ബോർഡിംഗ് കഴിഞ്ഞ് തീരെ പൈസ കിട്ടില്ല കേട്ടോ. എത്ര മണിക്കൂർ ഇരുന്നോ നമ്മളിവിടെ? ഇപ്പൊ തന്നെ ആയി ചെക്കിൻ്റെ ഇത് പേയ്മെന്റ്. അത് ഇച്ചിരി നൂലമാലകളായിരുന്നു. അങ്ങനെ തൻ്റെ പേയ്മെന്റ് ഒക്കെ പോയ സങ്കടത്തിൽ അവരവിടെ നിൽപ്പുണ്ട്.
ഇനി ഇവർ മുകളിൽ തൻ്റെ സ്റ്റിക്കേഴ്സ് എല്ലാം എയർലൈനിൽ നിന്ന് തന്നെയുള്ള സ്റ്റിക്കേഴ്സും എല്ലാം ഒട്ടിച്ച് വയ ഫ്രാങ്ക്ഫോർട്ട് ടൊറൻറ്റോ എല്ലാം ആക്കി സെറ്റാക്കി. ഇനി എൻ്റെ പൊന്നിനെ അമ്മു കാനഡയിൽ വെച്ച് കാണാം. പേടിക്കരുത്, ധൈര്യം കൈവിടാതെ നെഞ്ച് മിരിച്ചിരിക്കണം കേട്ടോ. കേട്ടോ, ഇവിടെ നോക്കടാ. അവന് പേടിച്ചിട്ട് മുഖത്ത് പോലും നോക്കാൻ പറ്റുന്നില്ല. എന്റെ ബ്രൂണോ അച്ഛൻ കിടന്നോ ഇവിടെ? ഇതാരാ ബ്രൂണ കിടന്നോ? ഇച്ചിരി വെള്ളം തട്ടെ അമ്മു. അമ്മ ഇച്ചിരി വെള്ളം തട്ടെ. ഈ ബുക്കിൽ എഴുതിക്കുന്നുണ്ടോടാ? മൈ നെയിം ഈസ് എയ്റോ, മൈ മൈക്രോചിപ്പ് നമ്പർ ഈസ് സോ. എല്ലാം അവരുടെ രീതിയിൽ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടല്ലേ അത്. അതെ, മൈ പേരന്റ് നെയിം ഈസ് ജോസ്ന ഷാജി. ഐ എം ട്രാവലിംഗ് ഫ്രം ബാംഗ്ലൂർ ടു കാനഡ ഇൻ ലുഫ്താൻസ. അങ്ങനെ എയറോന്റെ MT ക്രേറ്റിന്റെ സ്കാനിങ് എല്ലാം കഴിഞ്ഞിട്ട് ഇവർ കൊണ്ടുപോയി. ഇനി നമുക്ക് ഇവനെ കാനഡയിൽ എത്തിയിട്ടേ കൈ കിട്ടുള്ളൂ, ഫ്രാങ്ക്ഫോർട്ടിൽ പോലും കിട്ടില്ല. എയറോ അമ്മ അങ്ങ് കാനഡയിൽ വെച്ചിട്ട് കാണാമേ. ഓക്കെ, പേടിക്കാണ്ട് പോയിട്ട് വരണം കേട്ടോ. അവന് നല്ല ഷിവറിങ് ഉണ്ട്. അപ്പോൾ സേഫായിട്ട് എത്തട്ടെ. അപ്പോൾ നമുക്ക് കാനഡയിൽ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ചെക്കിനും സെക്യൂരിറ്റി ചെക്കിനും എല്ലാം കഴിഞ്ഞിട്ട് ഗേറ്റിലേക്ക് പോവുക അല്ലേ? ഹലോ, ഏത് ഗേറ്റ്? നമ്മുടെ ഗേറ്റിലേക്ക് പോവാണ്. എയറോ പോയി അവനെ ഫ്ലൈറ്റിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടല്ലേ. നമുക്ക് നോക്കാം, അവൻ സേഫ് ആയിരിക്കും. അവൻ ഭയങ്കരമായിട്ട് ഷിവർ ചെയ്യുന്നുണ്ട്, കാരണം അവരിതൊന്നും യൂസ്ഡ് അല്ലല്ലോ. അപ്പോൾ അവൻ നോക്കിയപ്പോൾ ക്രേറ്റ് എടുത്ത് അവിടെ വെക്കുന്നു ഇവിടെ വെക്കുന്നു, പരിചയമില്ലാത്ത കുറേ ആൾക്കാർ അടുത്ത്. അങ്ങനെ അപ്പം നോക്കാം എന്തായാലും നമുക്ക്. ഇനി നമ്മൾ ഗേറ്റിലേക്ക് പോവാ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഫ്ലൈറ്റിൽ വെച്ചിട്ട് കാണാം. യെസ്, ഓക്കെ. എനിക്കൊന്ന് അജിപ്പന്റെ സൗണ്ട് കേൾക്കുന്നില്ല, പറഞ്ഞേ. അവിടെ ആക്ച്വലി ഒരു ഡെസേർട്ടിന്റെ ആംബിയൻസ് സെറ്റ് ചെയ്തിട്ട് ഡെസേർട്ടിൽ കാണുന്ന ഈ കാക്ടസ് അങ്ങനെ ചെടികൾ മാത്രമേ ഉള്ളൂ. അതെ അതെ, നമ്മൾ നേരത്തെ വന്ന ടെർമിനൽ തന്നെയാണിത്, ടെർമിനൽ 2. ഭയങ്കര ആംബിയൻസ് എന്ന് വെച്ചാൽ ഫുൾ റിയൽ പ്ലാന്റ്സ്, എല്ലാം റിയൽ പ്ലാന്റ്സ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് രസമാണെന്ന് നോക്കി. ആകുമ്പോൾ വാട്ടർഫോൾസ് ഒക്കെ ഉണ്ടല്ലേ, വാട്ടർഫോളൊക്കെ ഉണ്ട്, നമുക്ക് കാണാമേ. ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ് കേട്ടോ. ഇത് എയർപോർട്ട് തന്നെയാണോ എന്ന് ഒരു നിമിഷം നമുക്ക് തോന്നിപ്പോകും. ഇത് നോക്കി, അയ്യ അടിപൊളി. നമ്മൾ ശരിക്കും റിയൽ വാട്ടർഫോളിൻ്റെ അടുത്ത് നിൽക്കുന്ന പോലെ ഒരു ഫീല്. കൊള്ളാം, അടിപൊളി. അങ്ങനെ സമയം 4 മണി. 4 മണിയല്ലല്ലോ, പിന്നെ എത്ര? 3:40. നമ്മളിതേ ബോർഡിങ്ങിലായിട്ട്. ഏതാണ് നമ്മുടെ ഫ്ലൈറ്റ്? എയറോ കയറി കാണോ? നോക്കാം. പേടിയായിരിക്കും, ഭയങ്കര പേടിയായിരിക്കും അവന്. അപ്പൊ ഇനി നമുക്ക് ബോർഡ് ചെയ്ത് ഫ്രാങ്ക്ഫോർട്ട് എത്തിയിട്ട് കാണാം ഗൈസ്. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ക്യാപ്ചർ ചെയ്യാം. നമ്മൾ ഫൈനലി നമ്മളെല്ലാം ഒരുമിച്ച് വന്നു. നമ്മൾ സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ മാറ്റി എക്സ്ചേഞ്ച് ചെയ്ത് നമ്മൾ അപ്പൊ രണ്ടുപേരും ബോർഡ് ചെയ്തു. നമ്മളത് കൺഫേം ചെയ്തു. എയർഹോസ്റ്റിനോട് ചോദിച്ചു, കൺഫേം ചെയ്തവര് കുഴപ്പമില്ല, സേഫാണ്. അപ്പൊ ഇനി ഉറങ്ങാൻ പോവാ നമ്മള്. അമ്മമാരും ഉറങ്ങട്ടെ. ഓക്കെ, അപ്പൊ കാണാം. അങ്ങനെ നമ്മൾ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഫുഡ് എത്തിയല്ലേ. ജോസ്ന വിശപ്പായടാ? സ്വരൂപ്രോ വിശപ്പായോ? അപ്പൊ ഇത് കണ്ടേ, നമുക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ട്. ഒരു കേക്ക്, ബണ്ണ്, ഫ്രൂട്ട്സ്, യോഗേർട്ട്, ബട്ടർ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. നല്ല വിശന്നല്ലേ ജു? നമ്മൾ ഉറക്കത്തിലായതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് 3 മീല് മിസ്സായി. 4ാമത്തെ മീൽ നമ്മളെ മേച്ചൂട്. അപ്പൊ ഇനി കഴിച്ചിട്ട് കാണാം അല്ലേ. നമ്മൾ ഫ്രാങ്ക്ഫോർട്ട് എത്തി. ലഗേജ് ഓഫ്ലോഡ് ആക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എങ്ങാണ് അവരെ കാണാൻ പറ്റുമെന്നുള്ളതല്ലേ. എടാ, ഈ ഫ്ലൈറ്റ് സൈസ് ഉണ്ടോ? ഭയങ്കര ഹ്യൂജ് അല്ലേ. സംഭവം എന്താണോ, ബിസിനസ് ക്ലാസ് എല്ലാം താഴെയും ഫസ്റ്റ് ക്ലാസ് അങ്ങനത്തെ എല്ലാം മുകളിലും. അതാ ഭയങ്കര ഹ്യൂജ്. ഇതില് വീടിന്റെ ഡബിൾ ഇരട്ടിയുണ്ട്. അവന്റെ ലീഷ് കാണുന്നുണ്ടോ? ബ്രൂണോ ആക്ച്വലി
താഴേക്ക് അവന്റെ ക്രേറ്റ് താഴോട്ട് വരുന്നുണ്ട്. ഇവിടുന്ന് കാണുമ്പോ കൊച്ചു എനിക്ക് കാണാൻ പറ്റുന്നു ഇതിനകത്ത് ഫോണില്. അവൻ അങ്ങോട്ട് മൂവ് ചെയ്യുന്നു. എന്റെ അവന്റെ തലയൊക്കെ അനങ്ങി. ഓക്കെ, ആ 2 ദിവസത്തിലുണ്ട് കേട്ടോ അവന്മാര്. ആ നീല ടാർപ്പായിട്ടാലും ഇരിപ്പുണ്ട്. 2 ക്ലിയർ അല്ല, ആക്ച്വലി സൂം ചെയ്തെടുക്കുന്നുണ്ട്. അയ്യോടാ. അങ്ങനെ ഫ്രാങ്ക്ഫർട്ട് എത്തിയല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു അജു? അവന്മാരെ കണ്ടു. ഭയങ്കര എന്താ പറയാ, എൻജോയ് ചെയ്യാൻ പറ്റാണ്ട് നമ്മൾ ട്രാവൽ ചെയ്യാന്നൊക്കെ പറയില്ലേ, ടെൻഷൻ അടിച്ചിട്ട്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഫൈനലി നമ്മൾ എത്തിയൊക്കെ നോക്കുന്നത്. ഫൈനലി നമ്മൾ ബോർഡ് ചെയ്യാൻ പോയല്ലേ? ഇനി ഒരു 9 hours കഴിഞ്ഞാൽ നമുക്ക് അവന്മാരെ മീറ്റ് ചെയ്യാം. അമ്മു അങ്ങനെ ലഞ്ച് എത്തിയല്ലേ അമ്മു? നല്ല വിശന്നല്ലേ? നീ എന്ത് പറഞ്ഞേ? പാസ്ത. നീ എന്ത് പറഞ്ഞമ്മു? ഓക്കെ, പാസ്ത പറഞ്ഞല്ലേ? I'll have some Sprite. Yeah, also with ice? Yes, please. അതിനാടാ ഇതിടാ മറ്റേ കടലൻ. അടിപൊളി സാധനം. എങ്ങനെയുണ്ട്? നൈസ് അല്ലേ? വേറെ എന്തോ നീ? പാസ്ത, ബണ്ണ്, ഡിസേർട്ട് ഉണ്ടല്ലേ? കേക്ക്, ബട്ടർ. ലാക്ടോസ് ഫ്രീ. എന്തത്? പിന്നെ ഞാൻ ബീഫ് പറഞ്ഞു. ബീഫിനകത്ത് പൊട്ടാറ്റോ ഉണ്ട്, ക്യാരറ്റ്സ് ഉണ്ട്, പിന്നെ ബാക്കിയുള്ള അമ്മുവിൻ്റെ സെയിം ഐറ്റംസ് ആണ് ബാക്കിയെല്ലാം. അമ്മു പാസ്റ്റയും ഞാൻ ബീഫാണ് പറഞ്ഞു. എങ്ങനെയാണ് മോനെ? വിശന്നു ഇല്ലേ? വിശന്ന് നന്നായിട്ട് വിശപ്പുണ്ടിരുന്നില്ല മക്കളെ? ഓക്കെ, കഴിക്കാലോ. അമര ഇറക്കി ഗായ്സ്, അമര ഇറക്കി. നോക്കി, മറ്റവനെ കാണാനില്ലല്ലോടാ ജോസ്ന. അച്ചോടാ. സോ ഗൈസ്, ഫൈനലി നമ്മൾ കാനഡ എത്തിയല്ലേ? എത്ര മണിക്കൂറത്തെ ട്രാവലിങ്ങിന് ശേഷം ജോസ്ന? ടോട്ടൽ എത്രയാ? ഓൾമോസ്റ്റ് 20 അല്ലേ? അങ്ങനെ 20 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ കാനഡ എത്തി. ഇനി അമ്മമാരെ കിട്ടാനുള്ള കട്ട വെയിറ്റിംഗ് അല്ലേ? വെക്കേഷൻ കഴിഞ്ഞ് വന്നിട്ട്. അതെ. അപ്പം ഇനി എന്തായാലും നമുക്ക് അമ്മമാരെ കിട്ടിയിട്ടൊക്കെ കാണാം. ഇനി ഇമിഗ്രേഷൻ ഉണ്ട്, ലഗേജ് കളക്ട് ചെയ്യാനുണ്ട്. അപ്പോഴത്തേക്ക് അമ്മമാർ വരും. പിന്നെ അമ്മമാരുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മളൊന്ന് കാണിക്കേണ്ടി വരുമായിരിക്കാം. എന്തായാലും കട്ട വെയിറ്റിംഗ്. അമ്മമാർ ഭയങ്കര ടയേർഡായി കാണും കേട്ടോ. നോക്കാം നമുക്ക് എന്തായാലും. അജു എങ്ങനെ ഉണ്ടായിരുന്നു? ആണോ? അജു ഉറങ്ങിയിട്ടേ ഇല്ല. ഞാൻ ഫസ്റ്റ് ഫ്ലൈറ്റിൽ, അതായത് നമ്മുടെ ബാംഗ്ലൂർ ടു ഫ്രാങ്ക്ഫർട്ട് നന്നായിട്ട് ഉറങ്ങി. 9 hours ഫ്ലൈറ്റ്, ഒരു 7 hours എങ്കിലും ഉറങ്ങി കാണും. പിന്നെ രണ്ടാമത്തെ ഞാൻ 3 സിനിമ കണ്ടു. അപ്പോഴത്തേക്ക് 7 മണിക്കൂറായി. ജോസ് ഞാൻ ഉറങ്ങുവേ. അപ്പൊ അജു അമ്മ എനിക്ക് ഫുഡ് വരുന്നത്. പക്ഷെ ഞാൻ ഉറങ്ങില്ല. ഞാൻ ഇടയ്ക്ക് ഒരു 10 minutes എടാ ഞാനേ ഉറങ്ങും. അപ്പൊ അജു അമ്മ എനിക്ക് ഫുഡ് വരുന്നു. 3 വട്ടം ഞാൻ 3 വട്ടം ഫുഡ് വന്നപ്പോ. അയ്യോ. അപ്പൊ ഇനി നമുക്ക് നേരെ അമ്മമാരെ പോയി പിക്ക് ചെയ്യാം കേട്ടോ. ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞിട്ട് പോയി പിക്ക് ചെയ്യാം. എന്തോ പാപ്പ എന്തോ പറഞ്ഞേ? പാപ്പ ഭയങ്കര എക്സൈറ്റഡ്. ഞാൻ പറഞ്ഞ അമ്മ എത്തി. മക്കളെ പോയി നോക്കവനെ. നമുക്ക് പെട്ടെന്ന് വേറെ പിക്ക് ചെയ്യാം. പാപ്പു ഭയങ്കര ചാട്ടം. എനിക്കറിയാം എന്റെ ഏറപ്പൻ എത്തുമായിരുന്നു. അമ്മനെ അടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. അമ്മ ദൂരോട്ട് വെച്ചേക്ക്. ഇങ്ങനെ കുറച്ചാലോന്ന് വെച്ചിട്ടായിരിക്കേ. അവിടെ ലേഡി ഓൾറെഡി വെയിറ്റ്. നീ എടുത്തോടാ. യെസ്, അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു മൊമെന്റാണിത്. അതെ അതെ, ഇത്രയും എഫേർട്ട്, എത്ര മാസങ്ങൾ. അവൻ എണീറ്റ് നോക്കുന്നു, തലയിടുന്നുണ്ട്. അമ്മു ഏറോ ഏറോ
ഏറോ ഏറോ ഏറോ നീ കുഴപ്പമില്ല 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 കരയുന്നോ പാവം ബ്രൂണോ 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 ഏറോ 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 കുഴപ്പമില്ല കുഴപ്പമില്ല പോട്ടെ 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 ഹാപ്പി കറിയല്ലോ എടാ ഇവരെ ആരാണ് കാണിക്കണ്ടേ ഇപ്പൊ വരാ ഇപ്പൊ വരാടാ ഇപ്പൊ വരാടാ ഇപ്പൊ വരാം ഇപ്പൊ വരാം ഏറപ്പോ ഇപ്പൊ വരാം അമ്മു ഹാപ്പി 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 എന്ന് പറയാൻ പറ്റില്ല. ഞാൻ നമ്മൾ ഇത്ര എൻജോയ് ചെയ്യാണ്ട് വന്നൊരു ട്രിപ്പില്ല. നമ്മൾ ഇത്ര എൻജോയ് ചെയ്യാണ്ട് വന്നൊരു ട്രിപ്പില്ലല്ലേ. പേടി, ഓരോ ടർബുലൻസ് വരുമ്പോഴും നമ്മളിങ്ങനെ പേടിയായിരുന്നു നമുക്ക്. പിന്നെ എല്ലാം മനക്കരുത്ത് ഞാൻ സമ്മതിച്ചു കൊടുത്തു. അതെ എന്തായാലും ഇവിടെ അടുത്ത് വലിച്ചോണ്ട് പോകുന്നു. ഇവന്മാരെ ടോയ്ലറ്റ് ചെയ്യണം. ടോയ്ലറ്റ് ചെയ്തിട്ട് നമ്മൾ ആക്ച്വലി പിക്ക് ചെയ്യാനായിട്ട് പുറത്ത് വണ്ടിയുണ്ട്. അപ്പല്ലേ പോകണം. അപ്പം അതിലേ പോവാം. ഓക്കെ. ഞാൻ അനുഭവിച്ച ടെൻഷൻ, ഞാൻ കൊച്ചല്ലട കുഞ്ഞല്ലേ, കുഞ്ഞു മൂക്കൊക്കെ അല്ലേ, ഇവന് ബ്രീത്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെയായിരുന്നു എൻ്റെ പേടി. എനിക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവന് അതെ അടുത്തോ. യെസ് ഫൈനലി അതിനെ പിടിച്ചോണ്ടാ. ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുക. തണുക്കുന്നുണ്ടോ അവിടെ? തണുക്കുന്നുണ്ടാവേ. ആ എടാ അവന് അങ്ങോട്ട് അത്തേരിക്കോ. ഇപ്പം മുള്ളിക്കട്ടെ പാവണം. മുള്ളട്ടെ. മുള്ള അപ്പിയൊക്കെ ഇട്ടിട്ട് എല്ലാം സെറ്റാവട്ടെ. അവൻ കയറിക്കോ. എങ്ങനെയുണ്ടാ? ഓക്കെ അങ്ങനെ വിട്ടോ. സോ ഗൈസ്, അവർ രണ്ടുപേരും ലഗേജ് ആയിട്ട് പോയിട്ടുണ്ട്. നമ്മൾ ഒരു യൂബർ എക്സലിന് വേണ്ടി, ടാക്സി എക്സലിന് വേണ്ടി വെയിറ്റ് ചെയ്യല്ലേ. ജോസ് എന്ത് തോന്നടാ? വെരി ഹാപ്പി. സത്യം കാരണം ഇവിടെ ഇമ്മാരെ കയ്യിലെത്തുന്നവരെന്താണ് ഇമ്മയുടെ അവസ്ഥ, ടെൻഷൻ എന്താണ് ഇമ്മയുടെ അവസ്ഥ ഒന്നും അറിയാൻ പറ്റണ്ട. എൻ്റെ ഏറപ്പം കിടന്നോ? ഇതേ ഏറപ്പം ഉറക്കായി. നമ്മൾ രണ്ട് ടാക്സി ഇപ്പോൾ വരും. വെയിറ്റ് ചെയ്യുന്നതിന് ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് വീടെത്തിയിട്ട് കാണാം അല്ലേ. നമ്മളിപ്പോൾ നേരെ ജോസ്നയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പം ബൈ. അതാണ്ട് ടാക്സി എത്തി. നമ്മൾ ഇവനെ ബ്രൂണോനെ നമ്മളിങ്ങനെ ക്രേറ്റ് സ്പ്ലിറ്റ് ആക്കിയിട്ട് കഴിച്ചിട്ടുണ്ട്. ഏറെ കണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഉറക്കമൊന്നൊന്നല്ല, ഉറങ്ങുമല്ല, ഇരിക്കാശാൻ. അപ്പം ഇനി നേരെ വീട്ടിലേക്ക്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മള് മെനങ്ങാന്നെത്തി ജോസ്നന്റെ സ്വരൂപിന്റെയും വീട്ടില്. ഭയങ്കര ടയർഡായിരുന്നു. ഇന്നലെ ഫുൾ റെസ്റ്റ് എടുത്തിട്ട് ഇപ്പൊ സമയം 3:51. നമ്മള് നേരെ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. 19 മണിക്കൂറുണ്ട്. 20 മണിക്കൂറുണ്ട്. ഉണ്ട്. അപ്പൊ അതെ ഏറപ്പന് ഇവിടെ ഉണ്ട്. എന്റെ ഏറപ്പൻ എന്തിയേ? അവൻ കിടന്നു കാരണം അവന് ക്രേറ്റിൽ വെക്കാൻ കാര്യം എന്ന് വെച്ചാല് ഇത്രയും മണിക്കൂർ ട്രാവൽ ഉള്ളത് കൊണ്ട് തന്നെ അവന് ചിലപ്പം കണ്ടിന്യൂസ് നിന്ന് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അവൻ സെറ്റിൽ ആവില്ല. അവൻ അപ്പുറത്തെ വിൻഡോയിലും ഇപ്പുറത്തെ വിൻഡോയും നോക്കി നിൽക്കും. നമ്മൾ ഇതിന്റെ ഉള്ളിലാകുമ്പം നല്ല തണുപ്പുണ്ടല്ലോ, അവന്റെ ബെഡ് ഉണ്ടാവും, കംഫർട്ടബിൾ ആയിട്ട് കിടക്കുമെന്ന് വിചാരിച്ചു. അപ്പൊ ഇനി നമുക്ക് വഴിയെ പോകുന്ന വിശേഷങ്ങളൊന്നും നമ്മൾ കാണിക്കുന്നില്ല, കാരണം ഇങ്ങോട്ട് എങ്ങനെയാണോ വന്ന് അതേ കൂട്ട് തന്നെയാണ്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ വീടെത്തിയിട്ട് കാണാം. ഇൻ കേസ് അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണിക്കാം. ഓക്കെ, അപ്പൊ ശരി. അങ്ങനെ സമയം ഇപ്പോൾ രാവിലെ 9:45. നമ്മൾ ഓൺ റൂട്ട് ചെറിയ ബ്രേക്ക് എടുത്തു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ ഇത് ഏറോനെ ഇറക്കിയിട്ട് അവന് ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തേ ഉള്ളൂ. നമ്മൾ വണ്ടിയിൽ വെച്ചിട്ട് നേരെ അവനെ ഒന്ന് ചെറിയൊരു വാക്കിനുണ്ട്, ഒന്ന് പൂപ്പൊക്കെ ഇടിപ്പിച്ച്. അതെ, വാഷ്റൂം പോണം. അപ്പോൾ അവനത് ലീഷ് ഇട്ടോണ്ടിരിക്കുന്നു. ഏറോ Come on, Aero.
പോന്ന പോക്ക് നോക്കി. ആ ചെയ്യാം. ഓ ഞാൻ പോന്ന പോക്കുണ്ടോ എന്നെ. അതെ, ഇത് ആക്ച്വലി ഓൺ റൂട്ടിൽ തന്നെ പെറ്റ്സിനെ നമ്മൾ ആക്ച്വലി പൂപ്പിടാനും അവർക്കൊന്ന് പീ ചെയ്യാനുള്ള ഏരിയ ഒക്കെയാണ്. ഇത് കണ്ടോ, അവരുടെ ബാഗ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ആ ഏറോ കുറച്ച് നേരം ആയാലും അമ്മൂന്റെ കാല് വിറയ്ക്കുന്നടാ. ഒരു കാല് വിറയ്ക്കുന്നുണ്ട്. അത് ശരിക്കും അടുത്തിടുമ്പോ അറിയത്തുള്ളൂ കാല് വിറയ്ക്കുന്ന. ബാക്കിലത്തെ കാല് പ്രത്യേകിച്ച്. പാവം. നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് കളറൊക്കെ ഓൾമോസ്റ്റ് മാറി തുടങ്ങിയല്ലേ. അയ്യോ നല്ല ഭംഗിയുണ്ട്. ലാസ്റ്റ് ടൈം നമ്മള് മോൺട്രിയൽ വന്നപ്പോ ഓർമ്മയുണ്ടോ? നമ്മളെ പണ്ടത്തെ വ്ളോഗിലുണ്ട് ഇങ്ങനെ കളർ മാറിയിരിക്കുന്നേ. ഇല്ല, അറിയുന്ന പോലും ഇല്ല. 1383 കിലോമീറ്റർ 13 മണിക്കൂർ പോയിക്കൊണ്ടേയിരിക്കുന്നു. അത്യാവശ്യം ട്രാഫിക് തുടങ്ങി. എന്ന് വെച്ചാൽ നമ്മള് ടൊറന്റോ കഴിഞ്ഞ് നമ്മളിപ്പോ മോൺട്രിയലിലോട്ട് കയറാം. മോൺട്രിയലിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഔട്ടർ റിംഗ് റോഡ് വഴി പോകുന്നതിന്റെ ചെറിയ ട്രാഫിക് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നല്ല അടിപൊളി സ്പോട്ട് അല്ലേ? അതെ, ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് അപ്പോഴേക്കും നല്ലൊരു അടിപൊളി വ്യൂ. ഇത് കണ്ടോ, മരമൊക്കെ നോക്കിയാ അടിപൊളി. നമ്മുടെ ആ ഫോളിന്റെ കറക്റ്റ് ഒരു ആംബിയൻസ് അല്ലേ. എന്നാ പോയാലോ? ഓ, എന്നാൽ ഈ സ്ഥലത്ത് നിന്ന് പോകാൻ തോന്നുന്നില്ല അമ്മു. നല്ല രസമുണ്ട് കേട്ടോ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഏറോ വാടാ, വാ. ഇറപ്പോ കയറിക്കോ, അവനെ കയറ്റിക്കോ, തുടച്ച് കയറ്റിക്കോ. അതാണൊരു ചടങ്ങല്ലേ അമ്മു. എപ്പോൾ നേരത്തെ എൻ്റെ കാലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മൾ കയറ്റുന്നത്. അതെ 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 അതെ, അവൻ്റെ ബെഡ് ഞാൻ കാണിച്ചു തരാം. അമ്മു, അല്ല നീ വേറെ ശ്രദ്ധിച്ചോ? നമ്മൾ ഇത്രയും ആൾക്കാർ ഇവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ എന്ത് ക്ലീനാണ് ഇവിടെ. അതിന് ഏറ്റവും വലിയ സംഭവം എന്ന് അറിയോ? ആ ഒരു ലേഡിയാണ് ഇവിടെ നടക്കുന്നത്. അവർ ആക്ച്വലി ആ ഗാർബേജും കാര്യങ്ങളും എല്ലാം പിക്ക് ചെയ്ത് ആ ഡസ്റ്റ്ബിന്നിൽ കൊണ്ടിടുക. ആ പൂപ്പുണ്ടെങ്കിൽ എല്ലാം അതെ ഇവനെപ്പോലുള്ളവന്മാർ പൂപ്പിടുന്നതെല്ലാം അവർ ആക്ച്വലി ഫുൾ അത് ആക്ച്വലി നമ്മൾ കൊണ്ടുവരുന്ന ആൾക്കാർ തന്നെ ക്ലീൻ ചെയ്യും. പക്ഷേ ഇൻ കേസ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർ ക്ലീൻ ആക്കാൻ പരിപാടി. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് ഇപ്പൊ സമയം രാവിലെ എത്ര കഴിഞ്ഞു? 6 മണി. ഇപ്പോഴാണ് നമ്മള് ബ്രിഡ്ജ് വാട്ടർ എത്തുന്നത്. നമ്മളെ വീട്ടില് 25 മണിക്കൂറേ. നമ്മൾ ഇടയ്ക്കൊരു സ്റ്റേ വേണമെന്നൊക്കെ നമ്മൾ വിചാരിച്ച, പക്ഷെ നമ്മൾ എങ്ങനെയും ഓടി എത്താം. നമ്മള് 2.5 മണിക്കൂർ ഉറങ്ങി. അതെ, വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെ നന്നായിട്ട് ഉറങ്ങി. അതെ, ഇപ്പൊ നമ്മൾ ഏകദേശം വീടെത്താറായി. അപ്പൊ നമ്മൾ വിചാരിച്ചു, കാരണം അമ്മ ഫുഡെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അമ്മേനെയും എല്ലാരും ഒന്ന് ഏറോനെ കാണിക്കാന്ന് വിചാരിച്ചു. പക്ഷെ പാപ്പുവിന് സർപ്രൈസ് കൊടുക്കാൻ നമ്മൾ വിചാരിച്ചല്ലേ. അങ്ങോട്ട് കൊണ്ട് കാണിക്കുന്നില്ല, പാപ്പുവിന് സർപ്രൈസ് ആയിട്ട് നമ്മള് വീട്ടിലോട്ട് കൊണ്ടുവന്ന് കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ കാരണം അമ്മ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കും ഇവനെ കാണാനായിട്ട്. അപ്പൊ അമ്മേനൊന്ന് കാണിക്കാം. പിന്നെ അമ്മ ഫുഡ് എല്ലാം കുക്ക് ചെയ്ത് വെച്ച് അതും കൂടെ ഒന്ന് മേടിച്ചോണ്ട് നമ്മൾ നേരെ വീട്ടിൽ പോകും. അപ്പൊ ഇപ്പൊ നമ്മള് പോകുന്നത് എങ്ങോട്ടാ ജു? യെസ്, യെസ്. ചേട്ടായും പുഞ്ചിച്ചിയും പാപ്പും കൂടെ വൈകിട്ട് വരും. കാരണം അവർക്ക് ഷിഫ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അവര് വൈകിട്ട് വരും. പാപ്പു അറിഞ്ഞിട്ടില്ല ഏറെ എത്തിയിട്ടുള്ള കാര്യമാണ്. അവര് വേറെ ഇന്ന് എത്തിന്നുള്ള കാര്യം അറിയില്ല. അപ്പൊ വൈകിട്ട് എന്തേലൊക്കെ പറഞ്ഞിട്ടായിരിക്കും കൊണ്ടുവരുന്നല്ലേ. അപ്പൊ നമുക്ക് നേരെ പോയി അമ്മേനെ കാണാം. ചേട്ടായി അവനെ കാണാൻ വന്നേക്ക. എന്തേ ഇറക്കാൻ പറഞ്ഞ ലീഷ് ഉണ്ട്. വേണ്ട, ഇത്രയും വരില്ല. എവിടെ ഇത്? മൂത്രമൊഴിക്കാൻ പോയിട്ട് മൂത്രമൊഴിക്ക നോക്കട്ടെ. മണം പിടിക്കുന്നുണ്ട്. അയ്യോടാ, അവന് മനസ്സിലായി. മൂത്രം ഒഴിച്ചോളാം കേട്ടോ. അതാ ഇങ്ങ വാ.
മൂത്രം ഒഴിക്കട്ടെ. അയ്യോടാ, ഇപ്പോഴാണ് ആളെ കണ്ടത്. ഇപ്പോഴാണ് ആളെ കണ്ടത്. അയ്യോ അയ്യോ, മൂത്രം ഒഴിച്ചോളാൻ വയ്യ, അതാണ്. ഇതാരാ? ഏരിയൊക്കെ മാർക്ക് വെക്കാണ്. ആ, ഏരിയൊക്കെ മാർക്ക്. അവിടെ നിന്ന് അടിച്ചു വിട്ടാ നേരെ വരും. നമ്മളെ അമ്മയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇത് ജയപ്രഭി, ഇങ്ങ് വാടി പൊന്നുമണി, നീ ശുണ്ടരിയായിട്ടിരിക്കുകയാണല്ലേ. സുഖമാണ് അമ്മടി പൊന്നിന്. അമ്മടി എന്തുണ്ടമ്മ വിശേഷം? അമ്മ എന്നെ മിസ് ചെയ്താ? അമ്മ എന്നെ മിസ് ഏറോ അല്ല, അമ്മ എന്നെ മിസ് ചെയ്തെന്ന്. തുറക്ക്. ആർക്കും നമ്മളെ വേണ്ട, ഏറോനെ മതി. അവനെ വീട്ടിലാക്കിയേക്ക് നമ്മ അങ്ങോട്ട് പോവാം. ചാടി ഇറങ്ങുന്ന നോക്കി അറിയാം. അമ്മ തറയിലൊന്നാക്കിയ അതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. അയ്യോ തറയിലേക്കമ്മ അമ്മമ്മ എവിടെയായിരുന്നു? പഴയ വട്ടായി അവന്. എക്സൈറ്റ്മെന്റ്. പാവം. പഴയ വട്ടായി. അയ്യോടാ. അമ്മോ, ഞങ്ങളുടെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഒരു മാസം ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കും. യെസ്, നമ്മളെ ഒരു സോഫ പ്രൊട്ടക്ടർ മേടിച്ചു. കാരണം ഇവനിങ്ങനെ സോഫയിലൊക്കെ കിടക്കില്ലേ, അതെ, ഇവനെപ്പോഴും ചാടി വലിഞ്ഞു കയറും പരിപാടിയൊക്കെ ഉണ്ട്. ലൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ ചിലപ്പോ പെട്ടെന്ന് അഴുക്കാവാൻ ചാൻസ് ഉണ്ട്. റൈറ്റ്. എന്തോടെ പുറത്ത് പാഴ്സല് പുറത്ത് വന്നിട്ട് അതെ ഭയങ്കര തണുപ്പാണ്. നമ്മൾ ഹീറ്റർ എല്ലാം ഓഫ് ചെയ്തിട്ടല്ലേ പോയത്. ഭയങ്കര തണുപ്പാ. അമ്മു ഫൈനലി എറപ്പാ വാടാ വാ. ഏതാ വെൽത്തൂരിയാണോ? ആ എറപ്പാ വാ കേറാ വാ കേറ്. അയ്യോ അമ്മു, ഡ്രീം കം ട്രൂ മൊമെന്റ്. ഇതെവിടെ എന്തുവാടാ പാപ്പു നമ്മൾ ഉറങ്ങുന്ന സമയം കൊണ്ടിന്ന് വന്നായിരുന്നേ. ഏറെ കാണാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു പാപ്പു.
പിടിയടാ. പാപ്പ മക്കളെ പിടിയടാ. മക്കളെ ഭയങ്കര എക്സൈറ്റഡ് അല്ലേ ഇന്ന്? ഹാപ്പി പാപ്പ ഹാപ്പി? ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആശാൻ. പിടിച്ചോ ഏറോ? അപ്പോൾ നമ്മൾ ആക്ച്വലി ഇവിടെ നല്ല തണുപ്പ്, പുറത്തൊക്കെ അവന് പൂപ്പിടാൻ പോകാനൊക്കെ ഭയങ്കര പാടാണ്. അങ്ങനെ ഞങ്ങൾ അവന് ആക്ച്വലി ചെറിയ ഷൂസ് വാങ്ങി. പക്ഷെ ജീവിതത്തിൽ ആദ്യമായി ഷൂസ് ഇട്ടെ ചെറിയ പ്രശ്നം, ഷൂസ് കൂടി പോയി. ഒന്ന് ഇട്ടോട്. ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്, എല്ലാ ഡോഗ്സും ഇങ്ങനെ പക്ഷെ ഇവരുണ്ടല്ലോ ഭയങ്കര കോമഡി നടക്കുന്നതാണ്. അയ്യോ ഇവരെന്താണ് ഇങ്ങനെയൊന്നും അല്ല. കാല് വെക്കുന്നുണ്ട്. വിളിച്ചമ്മു അങ്ങോട്ടോ അങ്ങോട്ടോ. എന്തുവാടാ ഇതായിരുന്നു എനിക്ക് വേണ്ട തണുക്ക്, നനയാത്തൊരു കാൽ. അതെ, അതിന് അവന്റെ കാല് നനയത്തില്ല, തണുക്കത്തുമില്ല. മതി. മക്കളുടെ സ്വെറ്റർ ഒക്കെ കാണിച്ചെടുത്തേ, സ്വെറ്റർ കാണിച്ചെടുത്തേ അമ്മയുടെ പൊന്നുന്റെ. റെഡി, ഡോറിന്റെ അവിടെ പോയി വെയിറ്റ് ചെയ്യും. അമ്മുന്റെ പൊന്നിന്റെ സ്വെറ്റർ കാണിച്ചെടുത്ത്. എനിക്ക് വയ്യ. ഇതാരാ ഇത്? അമ്മു ഹാപ്പി? ഹാപ്പി ഹാപ്പി ഹാപ്പി. എന്താ പറയാനുള്ളത് നിനക്ക് ഈ ഒരു മൊമെന്റിൽ? ഒന്നും പറയാനില്ലടാ. ഇത് ഞാൻ വിചാരിച്ച പോലില്ല നടക്കുന്ന്. താങ്ക് യു ഫോർ എവറിത്തിങ്. അപ്പോൾ നമ്മുടെ എയറോപ്പൻ്റെ നാട്ടിൽ നിന്ന് കാനഡയിലേക്കുള്ള ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് തരുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.